CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസിനെതിരെ ഫ്ലെക്സ് ബോർഡ്. ഈ വിഴുപ്പ് താങ്ങാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകുമോ എന്ന പേരിലാണ് കോങ്ങാട് ഭാഗത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. രക്തസാക്ഷി KC ബാലകൃഷ്ണന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ വഞ്ചകനാണ് PK ഗോകുൽദാസ് എന്നും ഫ്ലെക്സ് ബോർഡിൽ പരാമർശം. സാമ്പത്തിക ക്രമക്കേടിൽ ഗോകുൽദാസിനെതിരെ CPM അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് മറ്റു പരാമർശങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡിലുള്ളത്? ഈ പാലക്കാട് കോങ്ങാട് ഭാഗത്താണ് ഈ PA ഗോകുൽദാസിനെതിരെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ് PA ഗോകുൽദാസ്. ഈ വിഴുപ്പ് താങ്ങാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകുമോ എന്ന പേരിലാണ് ഈ കോങ്ങാട് ഭാഗത്ത് ഫ്ലക്സ് ഉയർന്നത്. രക്തസാക്ഷി KC ബാലകൃഷ്ണന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ വഞ്ചകനാണ് ഈ ഗോകുൽദാസ് എന്ന് ഫ്ലക്സ് ബോർഡിൽ പറയുന്നുണ്ട്. പാർട്ടി അന്വേഷണം നടക്കട്ടെ, വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും ഫ്ലക്സ് ബോർഡിൽ പറയുന്നുണ്ട്. കോങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലുള്ള നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബോർഡിൽ ഉള്ളത്. കോങ്ങാട് വിവിധ ഭാഗങ്ങളിലുള്ള ഈ ബോർഡുകൾ CPM പ്രവർത്തകർ പിന്നീട് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാമ്പത്തിക ക്രമക്കേടിൽ ഗോകുൽദാസിനെതിരെ CPMന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട് മുണ്ടൂരിലെ CPMന്റെ ഒരു പാർട്ടി ഓഫീസും പാലിയേറ്റീവ് കെയറിന്റെ ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയായിരുന്നു. ആ കെട്ടിട നിർമ്മാണത്തിൽ ഈ ജില്ലാ കമ്മിറ്റി അംഗമായ PA ഗോകുൽദാസ് അതിന്റെ പണപ്പിരിവിൽ വലിയ അഴിമതി നടത്തി എന്നുള്ളതാണ് പരാതി ഉയർന്നത്. അത് സംബന്ധിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം നടത്തുന്നത്. 2 അംഗ കമ്മീഷനെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. CM ശശി അതുപോലെ തന്നെ പ്രേംകുമാർ എന്നീ 2 അംഗ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഗോകുൽദാസിനെതിരെ ഈ വിഴുപ്പ് താങ്ങാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകുമോ എന്ന തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഈ കോങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.